ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹോം ബേക്കേഴ്സിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ല റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഹോം മെയ്ഡ് ഫോണ്ടൻറ്റ്. ഈ ഫോണ്ടൻറ്റ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നല്ല റേറ്റ് ഉണ്ടാവും. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് കുറഞ്ഞ ചിലവിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള നല്ലൊരു ഫോണ്ടൻറ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ജെലാറ്റിൻ വേണം, ഐസിങ് ഷുഗർ, ലിക്വിഡ് ഗ്ലൂക്കോസ്, ഗ്ലിസറിൻ, വാനില എസൻസ്, ഒരു പിഞ്ച് ഉപ്പ് ഇവയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ 1.5 ടീസ്പൂണ് ജെലാറ്റിൻ ഒരു ക്ലീൻ ബൗളിലേക്ക് നോർമൽ വാട്ടറിൽ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. ഇത് മൈക്രോവേവിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൻ്റെ മുകളിലോ വെച്ച് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇത് നല്ല ലൂസായിട്ട് ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മൈക്രോവേവിൽ വെച്ചാണ് ഞാൻ മെൽറ്റ് ചെയ്തത്. ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ടും മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ലൂസായിട്ട് കിട്ടണം. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ലിക്വിഡ് ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ ഇത് വലിയൊരു ബോട്ടിലാണ്. ഇതിൻ്റെ ചെറിയ ബോട്ടിൽ വാങ്ങാൻ കിട്ടും. 60 രൂപയൊക്കെയാണ് വില ഉണ്ടാവുള്ളൂ. ഇത് കുറച്ച് അധികം തന്നെ ഉണ്ട്. ഞാൻ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നല്ല കട്ടിയിലായിട്ട് ഇരിക്കുന്നുണ്ടാവും ഇത്. അപ്പോൾ നമ്മൾ പച്ചവെള്ളത്തിൽ കൈയൊന്നിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഇതിങ്ങനെ എടുക്കുകയാണെങ്കിൽ സ്റ്റിക്ക് ആവില്ല. ഈസി ആയിട്ട് നമുക്കിതൊന്ന് എടുത്തിടാൻ പറ്റും. സ്പൂണ് വെച്ച് ഇടുകയാണെങ്കിൽ നമുക്കിത് കട്ടിയായിട്ട് എടുക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഞാൻ ഒരു 1/3 കപ്പ് എടുത്തിട്ടുണ്ട് ലിക്വിഡ് ഗ്ലൂക്കോസ്. ഇതിലേക്ക് ഷോർട്ടനിങ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഷോർട്ടനിങ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് സൺഫ്ലവർ ഓയിൽ ഇട്ട് കൊടുക്കാം. ബട്ടറും ചേർക്കാറുണ്ട്. ബട്ടർ ചേർത്താൽ ഫോണ്ടൻറ്റ് ഒരുപാട് ഇരിക്കൂല, പെട്ടെന്ന് കേടുവരും. ഇതിലേക്ക് നമ്മൾ 1.5 ടീസ്പൂണ് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കണം. ഈ ഗ്ലിസറിന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്നതല്ല, എഡിബിൾ ആയിട്ടുള്ളതാണ്. ബേക്കിംഗ് മെറ്റീരിയൽ വിൽക്കുന്ന ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഇതും ചേർത്ത് കൊടുക്കാം. ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ മെൽറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു ലിക്വിഡ് ഫോമിലാണ് നമുക്ക് ഇത് കിട്ടേണ്ടത്. ഞാനിത് മൈക്രോവേവിൽ വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മെൽറ്റ് ചെയ്ത് കൊണ്ടുവന്നു. ഇപ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതൊരു ബൗളിൽ നമ്മൾ ഐസിങ് ഷുഗർ എടുക്കുക. ഐസിങ് ഷുഗർ നല്ല അരിച്ച് കട്ടയില്ലാതെ എടുക്കണം. ഇതിൻ്റെ അളവ് കൃത്യമായിട്ട് ഞാൻ പറയണില്ല. നമ്മളൊരു 1/2 കിലോ മാറ്റി വെക്കുക. അതിൽ നിന്നും ആദ്യം 2 കപ്പ് ചേർക്കുക. ഇതിലേക്ക് CMC പൗഡർ 1.5 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റാം. നമ്മുടെ ഈ ലിക്വിഡ് ഒരു പാത്രത്തിൽ വെച്ചത് ഈ ഒരു 2 കപ്പ് അളവിൽ ഐസിങ് ഷുഗർ എടുത്തതിൻ്റെ നടുവിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്തേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. അത് നമ്മളൊരു പാകത്തിനായി വരുമ്പോൾ ഇത് നിർത്താം. അതുവരെ ഈ ഐസിങ് ഷുഗർ ഇതിൻ്റെ അളവിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം. ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. കയ്യിൽ നല്ല ഒട്ടൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ മാറ്റിയിട്ട് വേണം നമ്മളിത് നീഡ് ചെയ്തെടുക്കാൻ. അത്യാവശ്യം നല്ല സമയം എടുത്ത് ഒരു 10-15 മിനിറ്റോളം എടുക്കും ഇത് ഒരു പാകമായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നമുക്ക് കുറച്ച് കയ്യിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഷോർട്ടനിങ്ങോ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം. ഒരു സ്ക്രേപ്പർ വെച്ച് ഇങ്ങനെ വടിച്ചെടുക്കണം. എന്നിട്ട് വേണം അത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ളൊരു ഫോണ്ടൻറ്റ് നമുക്ക് കിട്ടും. നമ്മളിതിങ്ങനെ കുഴച്ച് വരുമ്പോൾ ഇത് നല്ല നീണ്ടിങ്ങനെ വരും, വലിഞ്ഞു വരും, പൊട്ടാതെ. ആ ഒരു പാകം ആകുന്ന വരെ നമ്മളിതിനെ കുഴച്ചെടുക്കുക തന്നെ വേണം. അങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് അന്ന് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റൂല. നമ്മളിതിനെ ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് നല്ലോണം കവർ ചെയ്തിട്ട് ഒരു ബോക്സിനകത്ത് അടച്ച് വെക്കുക. പിറ്റേ ദിവസമാണ് നമ്മളിതിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഫോണ്ടൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വലിഞ്ഞു വരുന്നുണ്ട്. ഇപ്പം ഈ കവർ വെച്ചിട്ട് റാപ്പ് ചെയ്യണ സമയത്ത് നല്ല ടൈറ്റാക്കി പിടിച്ചിട്ട് വേണം
എയർ ഒട്ടും തന്നെ അകത്തേക്ക് പോവാത്ത വിധത്തിൽ ടൈറ്റ് ചെയ്ത് വേണം നമ്മൾ ബോക്സിനകത്താക്കി വെക്കാൻ. ഒരു പ്ലാസ്റ്റിക് ബോക്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോക്സിലിട്ട് അടച്ചു വെച്ചാൽ മതി. പിറ്റേ ദിവസമാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫോണ്ടൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം വിലയൊന്നും വരില്ല. നമ്മളൊരു ചെറിയൊരു 100 ഗ്രാമൊക്കെ വാങ്ങുകയാണെങ്കിൽ തന്നെ നല്ല റേറ്റ് വരുന്നുണ്ട് ഷോപ്പിൽ നിന്ന്. അപ്പോൾ നമുക്കിത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇത് ഏകദേശം ഒരു 3/4 കിലോളം വന്നിട്ടുണ്ട് മൊത്തം എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഐസിങ് ഷുഗർ നമ്മളിങ്ങനെ ഏകദേശം ഒരു 1/2 കിലോ എടുത്തേക്കുക. അതൊന്ന് ഇങ്ങനെ കുറച്ചായിട്ട് എടുത്ത് ഇങ്ങനെ കുഴച്ചെടുത്താൽ നമുക്ക് ഈ ഒരു അളവിൽ കിട്ടും. ഇനി ഇതിനേക്കാൾ കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി എടുത്ത് ഉണ്ടാക്കിയാലും മതിയാവും. അപ്പോൾ അതിങ്ങനെ കുഴച്ചാൽ ഇതുപോലെ ഇങ്ങനെ നീണ്ടു വരും. പൊട്ടൊന്നുമില്ല, ക്രാക്കും വീഴില്ല. നമുക്ക് ഫോണ്ടൻറ്റ് ഐസിങ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് കവർ ചെയ്യാനും ഈ ഫോണ്ടൻറ്റ് ഉപയോഗിക്കാം. പേരെഴുതാൻ വേണ്ടി ഉപയോഗിക്കാം. അതേപോലെ ഫ്ലവേഴ്സ്, അതേപോലെ മറ്റുള്ള ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോണ്ടൻറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഇതിനകത്ത് ഇനി കളർ ചേർക്കുന്നത് കൂടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ കളർ ചെയ്ത് നോക്കാം. ലിക്വിഡ് കളറ് യൂസ് ചെയ്യാതിരിക്കാവും നല്ലത്. ജെൽ കളറ് യൂസ് ചെയ്താൽ മതിയാവും. ഇതിൽ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തി നോക്കാം. നല്ല ഈസി ആയിട്ട് തന്നെ പരത്താൻ പറ്റുന്നുണ്ട്. ഫോണ്ടൻറ്റ് കവേർഡ് കേക്കിനൊക്കെ ഇതുപോലെ പരത്തിയിട്ട് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. ഫോണ്ടൻറ്റ് കളർ ചെയ്യുമ്പോൾ ഒരുപാട് എടുക്കാതെ കുറച്ചായിട്ട് എടുത്തിട്ട് കളർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതുപോലെ കളർ ചെയ്തിട്ട് നമുക്ക് റാപ്പ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെക്കാം. ഒരു 6 മാസം വരെ നമുക്ക് ഈ ഒരു ഫോണ്ടൻറ്റ് പുറത്ത് ഉപയോഗിക്കാം. പക്ഷെ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഹ്യൂമിഡിറ്റി അത്രയ്ക്ക് സ്യൂട്ടല്ല ഈ ഫോണ്ടൻറ്റിന്. അപ്പോൾ മെൽറ്റിംഗ് ടെൻഡൻസി വരും. ഈ ഒരു കാലാവസ്ഥയിൽ ഒരുപാട് 6 മാസമൊക്കെ കേടാവാതിരിക്കും. അപ്പോൾ ഞാൻ ഫോറസ്റ്റ് ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതുപോലെ കളർ ചെയ്തെടുക്കാം. നന്നായിട്ട് കുഴച്ച് എല്ലായിടത്തും ഒരുപോലെ ആവുന്ന വിധത്തിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രീൻ എടുത്തു. ഇനി യെല്ലോ ഒരു ഡ്രോപ്പ് ഇട്ടാൽ മതി. ഒരു ഓഫ് വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. കൂടുതൽ കളർ കിട്ടണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി അടുത്തൊരു പോർഷന് നമുക്ക് റെഡ് മിക്സ് ചെയ്യാം. മാജിക് റെഡാണ്. അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു കളർ കിട്ടുന്ന ഒരു കളറാണ് മാജിക് റെഡ്. ഞാൻ റെഡ് വെൽവെറ്റ് കേക്കിനൊക്കെ ഇതാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് റെഡും കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പോർഷൻ എടുത്ത് നമുക്ക് ബ്ലാക്ക് മിക്സ് ചെയ്ത് നോക്കാം. ബ്ലാക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ മറ്റുള്ള കളേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേറൊരു കളറാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ബ്ലാക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ കയ്യെ നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രം നീഡ് ചെയ്തെടുക്കുക. ഇത് നല്ല ഭംഗിയുള്ളൊരു കളർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഒരു ആഷും വേറൊരു കളറും കൂടെ ഒരു പർപ്പിൾ ഷെയ്ഡൊക്കെ വരുന്ന ഒരു കളറാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബ്ലാക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. കളറ് മറ്റുള്ള കളറാകുമ്പോൾ നമുക്ക് വേറെ കളേഴ്സാണ് കിട്ടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. One, two, three.